അപ്പോൾ ഈശാനകോണിലേക്ക് എത്തുമ്പോൾ ജലത്തിന് മണ്ണും ജലവും ചേരുമ്പോൾ ജലത്തിന് കപില നിറം. ഈശാനകോണിൽ ജലത്തിന് കപില നിറം. അഗ്നികോണിൽ അഗ്നിയും ജലവും ചേരുമ്പോൾ അഗ്നികോണിൽ ജലത്തിന് ചുവപ്പ് നിറം. ആകാശത്തിൻ്റെ കോണിലേക്ക് എത്തുമ്പോഴോ ആകാശവും ജലവും ചേരുമ്പോൾ പീത നിറം. ആകാശത്തിലേക്ക് ജലം ഉയരുമ്പോൾ പീത നിറം. വടക്ക് പടിഞ്ഞാറ് കോണിൽ വായുവും ജലവും ചേരുമ്പോൾ വായുവിന് കറുപ്പ് നിറം. അപ്പോൾ വായു ജലവുമായിട്ട് ചേരുമ്പോഴാണ് കറുപ്പ് വർണ്ണം, കൃഷ്ണവർണ്ണം. ഇതാണ് ചാതുർവർണ്ണ്യം. ഇതാണ് നമ്മൾ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്, ഭൂമിയെ ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോൾ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ശാസ്ത്രവിധിയാണിത്. ശാസ്ത്രരീത്യ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമ്മൾ ഭൂമിയെ അഷ്ടദിക്പാലകരാൽ ബന്ധിച്ചുറപ്പിച്ച് ഖണ്ഡ നിരൂപണം ചെയ്യുമ്പോഴാണ് ചാതുർവർണ്ണ്യം ജനിക്കുന്നത്. ഇത് നമ്മൾ വാസ്തുശാസ്ത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ശാസ്ത്രമാണ്. ഈ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കേണ്ട ശാസ്ത്രവിധിയാണ് ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കുവാനായിട്ട്, ഏറ്റവും ജീർണിച്ച ജീവിത വ്യവസ്ഥയെ സൃഷ്ടിക്കുവാനായിട്ട്, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ജീവിതത്തിലേക്ക് ഇത് പകർത്തി വെക്കുന്നത്. ജനതയെ 4 5 ഒക്കെ വിഭജിക്കുന്നതിൻ്റെ പിന്നിൽ എന്താണ്? ഈ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയാണ്. ഇത് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രരീതി മാത്രമാണ്.